എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ടാഷ്കന്റ് ഡിക്ലറേഷനെ കുറിച്ചാണ്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററും പാകിസ്ഥാൻ പ്രസിഡന്റും ടാഷ്കന്തിൽ കൂടിക്കാഴ്ച നടത്തുകയും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നിലവിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും തങ്ങളുടെ രാജ്യങ്ങൾ തമ്മിലുള്ള സാധാരണവും സമാധാനപരവുമായ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനും അവരുടെ ജനങ്ങൾക്കിടയിൽ ധാരണയും സൗഹൃദ ബന്ധവും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉറച്ച തീരുമാനം പ്രഖ്യാപിക്കുന്നതിനുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തിയത്. അയൽക്കാരുമായുള്ള സൗഹൃദ ബന്ധം കാത്തുസൂക്ഷിക്കാനും ഏത് പ്രശ്നവും സമാധാനപരമായി കൈകാര്യം ചെയ്യാനും ഒരു സംസ്ഥാനത്തിന് ബാധ്യതയുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അത്തരമൊരു ബന്ധത്തെയാണ് ടാഷ്കന്റ് ഡിക്ലറേഷൻ സൂചിപ്പിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷവും പാകിസ്ഥാൻ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് നിരന്തരമായ ഭീഷണിയായി തുടർന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം കാശ്മീർ കീഴടക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി തർക്കങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഒന്നാം കാശ്മീർ യുദ്ധം നടന്നത് 1947-48 കാലത്താണ്. 1965 ഇതേ വിഷയത്തിൽ രണ്ടാം യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. അയൽക്കാർ തമ്മിലുള്ള അന്തർലീനമായ ശത്രുത പ്രകടമാക്കി. 1965 സെപ്റ്റംബർ 6-നാണ് സംഘർഷം ആരംഭിച്ചത്. വെറും 17 ദിവസം കൊണ്ട് ആയിരക്കണക്കിന് മനുഷ്യരെയാണ് ഇരുകരകളിലുമായി ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റിയത്. US-ഉം സോവിയറ്റ് യൂണിയനും യുദ്ധപരിഹാരത്തിനായി UN-ൽ സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി. യുദ്ധം ആഗോള സമാധാനത്തെ ബാധിക്കുന്നതിനാൽ സമാധാനപരമായ ഒത്തുതീർപ്പ് കൈവരിക്കുന്നതിനും ഇരു രാജ്യങ്ങൾക്കിടയിലുമുള്ള എല്ലാ തർക്കങ്ങൾക്കും സ്വീകാര്യമായ ഒത്തുതീർപ്പിൽ എത്തിച്ചേരാൻ ആവശ്യപ്പെടുന്നതിനും US-ഉം സോവിയറ്റ് യൂണിയനും UN-നോട് അഭ്യർത്ഥിച്ചു. 1965 ഓഗസ്റ്റ് 5-ന് മുമ്പ് ഇരു രാജ്യങ്ങളിലെയും എല്ലാ സായുധ ഉദ്യോഗസ്ഥരെയും 1966 ഫെബ്രുവരി 25-ന് മുമ്പ് അവർ വഹിച്ചിരുന്ന സ്ഥാനങ്ങളിൽ നിന്ന് പിൻവലിക്കുമെന്നും ഇരുപക്ഷവും വെടിനിർത്തൽ പാലിക്കുമെന്നും ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററും പാകിസ്ഥാൻ പ്രസിഡന്റും സമ്മതിച്ചു. പരസ്പരം ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുക എന്ന് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററും പാകിസ്ഥാൻ പ്രസിഡന്റും സമ്മതിച്ചു. ഇരുപക്ഷവും മറുപക്ഷത്തിനെതിരെയും ഒരു പ്രചാരണവും പ്രോത്സാഹിപ്പിക്കില്ലെന്നും തടവുകാരെ തിരിച്ചയക്കാനും അവർ സമ്മതിച്ചു. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാൻ പ്രസിഡന്റ് മുഹമ്മദ് അയൂബ് ഖാനിനും ഇടയിൽ മോഡറേറ്ററായത് സോവിയറ്റ് രാഷ്ട്രീയക്കാരനായ അലക്സി കൊസിഗിൻ ആയിരുന്നു. ഇരു നേതാക്കളും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി പ്രവർത്തിക്കും എന്ന് സമ്മതിച്ചു. അങ്ങനെ സോവിയറ്റ് യൂണിയൻ്റെയും US-ൻ്റെയും ഇടപെടലുകളിലൂടെ സെപ്റ്റംബർ 23-ന് സമാധാനം കൈവരിച്ചു. ഇത് രണ്ട് യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങളെ വെടിനിർത്തലിലേക്ക് നയിച്ചു. 1966 ജനുവരി 4 മുതൽ ഉസ്ബെക്കിസ്ഥാനിലെ ടാഷ്കന്റ് നഗരത്തിൽ സോവിയറ്റ് യൂണിയൻ ആതിഥേയം വഹിച്ചത് യുദ്ധം ചെയ്യുന്ന കക്ഷികൾക്കിടയിൽ കൂടുതൽ സ്ഥിരമായ ഒത്തുതീർപ്പ് സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമത്തിലാണ്. ആശയവിനിമയങ്ങൾ, സാംസ്കാരിക വിനിമയം എന്നിവ പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പരിഗണിക്കുക. ഇരു രാജ്യങ്ങൾക്കും നേരിട്ട് ആശങ്കയുള്ള വിഷയങ്ങളിൽ ഉയർന്ന തലത്തിലുള്ള മറ്റ് തലങ്ങളിലും മീറ്റിങ്ങുകൾ തുടരുക. ഇന്ത്യക്കാരും പാകിസ്ഥാൻകാരും തങ്ങളുടെ പക്ഷത്തിന് സമ്മതിച്ചതിനേക്കാൾ കൂടുതൽ ഇളവുകൾ പ്രതീക്ഷിച്ചതിനാൽ ഈ ഉടമ്പടി ഇരു രാജ്യങ്ങളിലും രൂക്ഷമായി വിമർശിക്കപ്പെട്ടു. ടാഷ്കന്റ് പ്രഖ്യാപനത്തിന് അനുസൃതമായി 1966 മാർച്ച് 1-2 തീയതികളിൽ മന്ത്രിതലത്തിൽ ചർച്ചകൾ നടന്നു. ടാഷ്കന്റ് ഡിക്ലറേഷനിൽ ഒപ്പുവെച്ചതിന് ശേഷം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ലാൽ ബഹദൂർ ശാസ്ത്രി ടാഷ്കന്റിൽ ദുരൂഹമായ സാഹചര്യത്തിൽ മരണമടഞ്ഞു. ഗുരുതരമായ ഹൃദയാഘാതം മൂലമാണ് ശാസ്ത്രിയുടെ മരണം സംഭവിച്ചതെന്ന് അന്നത്തെ ഇന്ത്യൻ സർക്കാർ പുറത്തുവിട്ട ഔദ്യോഗിക പതിപ്പിൽ പറഞ്ഞു. UN ചാർട്ടറിന് അനുസൃതമായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നല്ല അയൽപക്ക ബന്ധം സൃഷ്ടിക്കാൻ ഇരുപക്ഷവും എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് സമ്മതിച്ചു. ബലപ്രയോഗത്തിന് വിധേയരാകരുതെന്നും സമാധാനപരമായ മാർഗങ്ങളിലൂടെ തങ്ങളുടെ തർക്കങ്ങൾ പരിഹരിക്കാനുമുള്ള ചാർട്ടറിന് കീഴിലുള്ള തങ്ങളുടെ ബാധ്യത അവർ വീണ്ടും ഉറപ്പിച്ചു. ഈ ടാഷ്കന്റ് പ്രഖ്യാപനം
സബ് കോണ്ടിനെൻറ്റിൽ സമാധാനം കൊണ്ടുവന്നില്ലായിരിക്കാം. എന്നിരുന്നാലും ഇത് ഒരു യുദ്ധം അവസാനിപ്പിക്കുന്നതിനും കുറച്ചു കാലത്തേക്കെങ്കിലും ഇരുപക്ഷവും തമ്മിൽ ഒരു പരിധിവരെ സൗഹൃദം വികസിപ്പിക്കാൻ അനുവദിക്കുകയും ചെയ്തു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്